പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ ദൈവം സോളമനോട് പറയുന്നു, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും അടുത്തത് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ സ്വർഗത്തിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവരുടെ പാപം ക്ഷമിക്കും, ഞാൻ അവരുടെ ദേശം സമ്പുഷ്ടമാക്കും. അതിൽ എന്നെ അന്വേഷിക്കണം എന്ന് ദൈവം പറഞ്ഞതിന് ശേഷം പറഞ്ഞ വാക്കാണ് ഇപ്പം നമ്മൾ ധ്യാനിക്കാൻ പോവുക. തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിച്ചുകൊണ്ട് യാചന പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലും നമ്മുടെ കയ്യിലും ഒരു കാര്യമുണ്ട്. അതാണ് സ്വന്തം പദ്ധതി, സ്വന്തം ഇച്ഛ, നമ്മുടെ ആഗ്രഹം. നമുക്ക് ശരിയെന്ന് തോന്നുന്നതും നമുക്ക് നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്നതും നമുക്ക് അനിവാര്യമെന്ന് നമ്മൾ കരുതുന്നതുമായ ചില കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് അനിവാര്യമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആ വചനത്തിന് പരിശുദ്ധാത്മാവ് എനിക്ക് 10-25 വർഷം മുമ്പ് നൽകിയ വ്യാഖ്യാനമാണിത്. സ്വന്തം പദ്ധതി ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. വെളിപ്പെട്ട് കിട്ടിയാൽ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് അനുസരിക്കാൻ തയ്യാറാകണം. ഇതാണ് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വന്തം പദ്ധതി ഉപേക്ഷിക്കണം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് കുറേ ഇച്ഛകൾ കിടപ്പുണ്ട്. സ്വേച്ഛ, നമ്മുടെ സ്വന്തം ഇച്ഛ. സ്വേച്ഛയ്ക്ക് മാത്രം അർത്ഥം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്, സ്വാർത്ഥത. അതിന് മാത്രം അർത്ഥമുള്ളൂ. നമ്മുടെ ഇച്ഛയ്ക്ക് മാത്രം അർത്ഥം കൊടുക്കുന്ന ഒരവസ്ഥ, അതിനപ്പുറത്തൊരു കാര്യമില്ല. ഒരച്ഛൻ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുക. ആ ബസ്സിന് കയറിയിട്ട് വേണം ഒരു മെയിൻ സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു ദൂരേക്ക് പോകാനുള്ള ബസ്സിൽ കയറാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ്റെ ഒരു വാർത്ത കേട്ടു, ആ പ്രദേശത്തൊരു ഹർത്താൽ വന്നിരിക്കുന്നു, ബസ്സൊന്നും പോവില്ല. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. കാരണം അവിടുന്ന് 22 കിലോമീറ്ററുള്ള ദൂരമാണ് മെയിൻ റൂട്ട്. അച്ഛൻ അവിടെ എത്തണം. അച്ഛൻ അവിടെ എത്താൻ സമയമുണ്ട്, പക്ഷേ ടാക്സി ഒന്നും ഓടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരു വണ്ടിയിൽ കുറച്ച് പേർ അവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് അച്ഛനെ കണ്ടുകൊണ്ടേ ഇറങ്ങി. അച്ഛനൊരു കപ്പുച്ചിൻ വസ്ത്രം ധരിച്ചിരിക്കുന്ന അച്ഛനാണ്. അച്ഛനെ കണ്ടുകൊണ്ടേ അവിടെ ഇറങ്ങി. ഇവിടെ ഹർത്താലായി, ഞങ്ങളുടെ വണ്ടി വഴിവെച്ച് തടഞ്ഞു. അപ്പം ഞങ്ങളൊരു നുണയൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തി. പക്ഷേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പേടിയാണ്, കാരണം വല്ലൊരു കല്ലെറിഞ്ഞാലോ പ്രശ്നമാവില്ലോ എന്ന് പേടിയാണ്. അച്ഛൻ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ പറഞ്ഞു, നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. അവരുടെ വണ്ടിക്ക് സൈഡിലേക്ക് ഉള്ളിലേക്ക് കയറ്റി ഇട്ടിട്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ പുറകിൽ വീടിൻ്റെ മുറ്റത്ത് കയറ്റി ഇട്ടിട്ട് അവരവിടുന്ന് സ്തുതിക്കാൻ തുടങ്ങി. കുറച്ചവരൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് ആ വീട്ടുകാർ, അവർക്കൊരു കല്യാണത്തിന് പോകാനുള്ളവരാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആപ്പാടെ വെപ്രാൾപ്പെട്ട് അവർ ബന്ധു വീട്ടിലെ കല്യാണത്തിന് പോകുന്നത്, അവർക്കും വേറൊരു ബസ്സിന് കയറാനുള്ള, ഈ ബസ്സിനല്ലെങ്കിലും. അച്ഛൻ പറഞ്ഞു, നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അച്ഛൻ്റെ യാത്രാ ലക്ഷ്യം, അച്ഛന് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനുജൻ്റെ പട്ടമുണ്ട്, തിരുപ്പട്ട സ്വീകരണത്തിന് പോകണം. ഈ പട്ടസ്വീകരണത്തിന് പോകുക മാത്രം അച്ഛൻ ലക്ഷ്യമുള്ളൂ. പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ചോളം അവർക്ക് അവരുമായിട്ട് പിണങ്ങിയിരുന്ന അവരുടെ ബന്ധുവിൻ്റെ കല്യാണമാണ്. അതിന് പോയില്ലെങ്കിൽ പിണക്കം വീണ്ടും ഉണ്ടാവും. അച്ഛൻ വളരെ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ച, കർത്താവേ, എനിക്ക് എൻ്റെ ബസ് കിട്ടിയില്ലെങ്കിലും ഇവർക്ക് ബസ് കിട്ടാനിട വരണം, ഇവരെവിടെ എത്തിക്കാൻ നീ ഇടപെടണം എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അച്ഛൻ്റെ മുമ്പിൽ
ഒരു ആംബുലൻസ് കർത്താവ് തെളിയിച്ച് ദർശനത്തെ കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് അച്ഛനോർത്തു ആംബുലൻസ്. അപ്പോഴും ഓർത്തത് ഇവിടുന്ന് 1 കിലോമീറ്റർ ചെന്നാലും ഹോസ്പിറ്റലുണ്ട്, എൻ്റെ കൂടെ നടന്നോളാൻ പറഞ്ഞു. വീട്ടുകാരുടെ കൂടെ നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്കെല്ലാം കൊന്തയല്ലേ. അച്ഛൻ വളരെ വിശുദ്ധനായ ഒരു വൈദികനാണ്, ഒരു പ്രാർത്ഥനക്കാരനൊക്കെയാണ്, ധ്യാനഗുരുവൊന്നുമല്ല. അച്ഛൻ ഇവരുടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുന്നു. വീട്ടുകാർ പ്രാർത്ഥിച്ചു. ഏതായിരുന്നാലും പോകുന്ന വഴിക്ക് ഹർത്താൽ പ്രഖ്യാപിച്ച കക്ഷികൾ കണ്ടപ്പം ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും തടഞ്ഞു നിർത്തിയതാണോന്ന് അച്ഛൻ്റെ ഉടുപ്പ് കണ്ടപ്പം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ തടഞ്ഞില്ല, ഇവരെ തടഞ്ഞായിരുന്നു. അപ്പോൾ ഇവർക്ക് പോകാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു. കയറി വണ്ടിയെന്നും പറഞ്ഞ് ഹർത്താലുകാർ അവരുടെ വണ്ടിയെ കയറ്റി ഈ ആശുപത്രി വരെ എത്തിച്ചു. ആശുപത്രി ചെന്ന് അച്ഛനെ കണ്ടുകൊണ്ട് അവിടെ അച്ഛൻ കുർബാനയിൽ കൊടുക്കാറുള്ളതായതുകൊണ്ട് അവരുടെ ആംബുലൻസിൽ അച്ഛനെ കയറ്റി പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോക്കാം. അച്ഛൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോയി ആക്കണ്ട, ഇവരെയാണ് ആക്കേണ്ടത്. അച്ഛൻ സ്വാർത്ഥതയില്ലാതെ അവരുടെ കാര്യത്തിന് മുൻതൂക്കം കൊടുത്ത് അവരെ വണ്ടിയെ കയറ്റി. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ട് ഇവരെ കയറ്റി പറഞ്ഞുകൊണ്ട് അച്ഛൻ കയറിയില്ല. അച്ഛൻ പറഞ്ഞല്ലോ, ഇവർ പോട്ടെ, സ്ഥലമില്ല, ഞാനും കൂടെ കയറാനുള്ള സ്ഥലമില്ല, എൻ്റെ അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇവർക്ക് ആ പ്രശ്നമുള്ള കാരണം ഇവർ ബന്ധം തകർന്നിരുന്ന് ബന്ധം പുനഃസ്ഥാപിച്ചതാണ്, അത് ഈ ഒരു കാരണത്താൽ തകരരുത്. അവർക്ക് ആ വണ്ടി കിട്ടി. രണ്ടാമത് അച്ഛൻ എന്നോട് പറയുകയാണ്, അച്ഛന് കിട്ടിയ സീറ്റ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു. ആ വണ്ടി അപകടത്തിൽപ്പെടുകയും അച്ഛൻ ആ വണ്ടിയിലുണ്ടായത് പലർക്കും പരിക്ക് പറ്റുകയും ചെയ്തു. പക്ഷെ അച്ഛൻ അത് വെളിപ്പെട്ട് കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ഇവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം അച്ഛൻ ഈ യാത്ര മുടക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛന് പെട്ടെന്ന് ഒരു അപകടം ദർശനത്തിൽ കണ്ടു. പെട്ടെന്ന് അച്ഛൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആശുപത്രി മുതൽ തിരിച്ചങ്ങോട്ട് മുഴുവൻ വീട് വരെ നടക്കുകയായിരുന്നു അച്ഛൻ ചെയ്തത്. നടക്കുന്ന വഴിക്ക് മുഴുവനും കർത്താവെ അപകടം ഒഴിവാക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് മരണമൊന്നും ഉണ്ടായില്ല. അപകടം വന്നെങ്കിൽ കാര്യമായി പരിക്കാർക്കും പറ്റിയിരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു. ചില അവസരങ്ങളിൽ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക സ്വാർത്ഥതയാകുമ്പോഴേക്ക് നമുക്ക് ദൈവത്തിൻ്റെ തിരികിതം അന്വേഷിക്കാൻ പോലും പറ്റില്ല. സ്വന്തം പദ്ധതി ഉപേക്ഷിക്കണം. ചില സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. സ്വാർത്ഥത നമ്മൾ വെടിയേണ്ടി വരും. വേറെ ചില കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഉദാഹരണത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്ന ഒരു കുടുംബം അവരെന്നോട് പറഞ്ഞു, നാക്യമ്പറമ്പലച്ഛൻ്റെ അടുക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പറയുന്നു വിദേശത്തേക്ക് പോകണ്ട എന്ന് പറയുന്നു. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് പറയണം, നാക്യമ്പറമ്പലച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പറഞ്ഞതാണോ ഇനി വെറുതെ മനുഷ്യാരൂപി പറഞ്ഞതാണോ എന്ന്. ഞാൻ പറഞ്ഞു, അതൊന്നും എൻ്റെ ജോലിയല്ല. നാക്യമ്പറമ്പലച്ഛനെ പോലെ ഒരു ആത്മീയ പിതാവ് പറഞ്ഞാൽ അത് 10-18 വർഷം പോയി സംഭവം, 18-20 വർഷം മുമ്പ്. അതൊന്നും എൻ്റെ ജോലിയല്ല. അന്ന് ഞാൻ ബോംബെയില, ഞാനത് പറയുകയുമില്ല. പക്ഷെ ഒരു കാര്യം, അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോകണ്ടാഞ്ഞിട്ടാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ കേൾക്കാതെ പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നീട് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു, ഈ അപ്പനും അമ്മയും കൂടി. മകൻ വിദേശത്ത് പോയി, അവിടെ ഒരു അമേരിക്കക്കാരി വിവാഹമോചനം നേടി ഒരു കൊച്ചിൻ്റെ അമ്മയായിരിക്കുന്ന സ്ത്രീയുമായി അവനിപ്പോൾ ഒരുമിച്ച് കൂടി താമസിക്കുക. അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ പറയുന്നത്, എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ആലോചനയിലാണ്, ഒരുമിച്ച് കൂടി താമസിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പനും അമ്മയും പറയുന്നു, കൊച്ചുമാത്തച്ഛനോ നാക്യമ്പറമ്പച്ചനോ ആരെങ്കിലും അമേരിക്കയിൽ പോകുമ്പോൾ അവരെ ഒന്ന് വിളിച്ച് ഉപദേശിക്കാവോ? പെട്ടെന്ന് എനിക്ക് ചിരി വന്നു. അതെന്താ അച്ഛൻ ചിരിക്കുന്നത്? ആ പയ്യൻ ഞങ്ങൾ ഉപദേശിച്ചാൽ സ്വീകരിക്കാത്ത പയ്യനാന്ന് പറഞ്ഞു. അതെന്താ? ആ പയ്യൻ്റെ അപ്പനും അമ്മയും അങ്ങനെ തന്നെയാണ്. നാക്യമ്പറമ്പലച്ചൻ പറഞ്ഞിട്ട് സ്വീകരിച്ചില്ല, ഞാൻ പറഞ്ഞിട്ട് സ്വീകരിച്ചില്ല. ആ അപ്പനും അമ്മയാണ് മകനെ അമേരിക്കയ്ക്ക് വിട്ടത്. അമേരിക്ക പോകുന്ന എല്ലാവരും മോശമൊന്നും ആവില്ല. പക്ഷേ നാക്യമ്പറമ്പലച്ചൻ പറഞ്ഞ പ്രവചനമായിരുന്നു, സന്ദേശമായിരുന്നു. അത് വേണ്ട എങ്കിൽ വേണ്ട. ബോംബെ തന്നെ വേറൊരു സംഭവം. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ മകൻ, അവന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഉയർന്ന സാലറി. ഇവനാണ് ആദ്യത്തെ ലെവലിൽ കിട്ടിയത്. അവൻ ജോലിക്ക് പോകാനിരിക്കുമ്പം നാക്യമ്പറമ്പലച്ചൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതിനൊന്നും പോകണ്ട. അപ്പോഴേക്ക് അപ്പനും അമ്മയും പറഞ്ഞു പോകണ്ട എന്നാ പറഞ്ഞെന്ന് ഇവനോട് പറഞ്ഞു. ബഹളം ഉണ്ടാക്കി. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ബഹളമെല്ലാം ഉണ്ടാക്കി. അവസാനം അപ്പനും അമ്മയൊക്കെ എന്നോടും പരാതി പറഞ്ഞു, നാക്യമ്പറമ്പലച്ചൻ പറഞ്ഞത് ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യ്. അതിന് മറുപടി ഞാൻ അങ്ങനെ ആരോടും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെട്ട് പറയാറുള്ളതല്ല. ഏതായിരുന്നാലും സംഭവം ഉണ്ടായി. 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവന് ഉപരിപഠനത്തിനായിട്ട് അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ അമേരിക്കയ്ക്ക് ഉപരിപഠനത്തിന് പോയതിന് ശേഷം 1 വർഷം കൂടെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് എന്നോട് പറയുന്നു, അന്ന് നാക്യമ്പറമ്പലച്ചൻ പറഞ്ഞത് സത്യമായിരുന്നു,
അന്ന് എൻ്റെ കൂടെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയ ആ കമ്പനിയിലെ എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും അവിടെ ജോലി കിട്ടിയില്ല. ആ കമ്പനി ആരെയും എടുത്തില്ല. അത് നോക്കിയിരുന്നിരുന്നെങ്കിൽ എൻ്റെ ഇവിടുത്തെ എൻട്രൻസ് പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു, ഉപരിപഠനം പറ്റില്ല. ഇപ്പോൾ ഉപരിപഠനവും കഴിഞ്ഞ് അവിടുത്തെ PhD കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടറേറ്റൊക്കെ എടുത്ത് അവിടെ ഒരു ഉയർന്ന പദവിയിൽ അമേരിക്ക അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരു വലിയ കാര്യം മാനുഷികമായ അനുകൂലമായ സാഹചര്യം വന്നപ്പോഴും അത് വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴേക്ക് അത് വേണ്ട എന്ന് വെക്കാൻ അപ്പനും അമ്മയ്ക്കും അങ്ങനെ പറയാനുള്ള ഒരു സ്വഭാവം ഉണ്ടാകാൻ കാരണം സ്വന്തം പദ്ധതി ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടതായിരുന്നു. മകനില്ലായിരുന്നു, പക്ഷെ അവൻ പിന്നീട് തിരിച്ചറിഞ്ഞു. സ്വന്തം പദ്ധതി ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് കിട്ടണം. സാവൂള് യേശുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അവനെക്കുറിച്ച് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8:3 വായിക്കുകയാണ്. അവൻ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വീട് തോറും കയറി ഇറങ്ങിയ സ്ത്രീ പുരുഷന്മാരെ വലിച്ചുകൊണ്ടുവന്ന് തടവിലാക്കി. അങ്ങനെ സാവൂള് കുതിരപ്പുറത്ത് കയറി പോവുകയാണ്. സാവൂളിനെ തൻ്റെ അപ്പസ്തോല ഗണത്തിലേക്ക് ഉയർത്താൻ ആഗ്രഹിച്ച യേശു അവൻ്റെ മാനുഷിക പദ്ധതികളെ തകർക്കുകയാണ്. അവൻ്റെ മാനുഷിക പദ്ധതി തകർക്കുക, എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അവനെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. എന്തു ചെയ്തു? അധികാരപത്രവും വാങ്ങി ദമാസ്കസിലേക്ക് യാത്ര ചെയ്തിരുന്ന സാവൂളിനെ ഈശോ തട്ടി താഴെ ഇട്ടു. കുതിരപ്പുറത്തും താഴെ വീണു. താഴെ വീണ പാപത്തിന്റെ ഔന്നത്യത്തിൽ താഴേക്ക് വീണ നിബന്ധിച്ച സാവൂള് പിന്നെ ദൈവസ്വരം കേൾക്കാൻ തുടങ്ങി. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഈ സ്വരം കേൾക്കാൻ ഇട വന്നത് ഈ താഴെ വീണത് കൊണ്ടാണ്. കുതിരപ്പുറത്താണ്, ഇത് കേൾക്കില്ല. അപ്പൊ നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന ഈശോ ആണ് ഞാൻ. എന്നിട്ട് അവര് ദൗത്യം പറഞ്ഞു കൊടുത്തു. ഇവരെല്ലാം രക്ഷിക്കേണ്ട ഉപകരണമായി തീരേണ്ടവനാണെന്നുള്ള ദൗത്യം കിട്ടി. കുതിരപ്പുറത്തു നിന്നുള്ള താഴെ ഇറങ്ങാൻ അവന് മടിയ. കാരണം അധികാരപത്രം കയ്യിൽ കിട്ടി. യഹൂദരുടെ പ്രിയപ്പെട്ടവനാണ്, അധികാരികളുടെ മുമ്പിൽ വിലയുള്ളവനാണ്, ക്രൈസ്തവരുടെ ശത്രുവാണ്, അവരെ ഇല്ലാതാക്കണം. പക്ഷേ ദൈവം അവന്റെ പദ്ധതി തകർത്തിട്ടാണ് തൻ്റെ പദ്ധതി അവന് നടപ്പിലാക്കി കൊടുത്തത്. നമ്മുടെ പദ്ധതി അത് പാപകരമാണെങ്കിൽ, ദൈവിക കൃപയില്ലാത്തതാണെങ്കിൽ, അത് ഉപേക്ഷിക്കാനോ അത് വേണ്ടെന്ന് വെക്കാനോ തയ്യാറാകാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഇതുപോലെ ചിലപ്പം താഴെ ഇടും, തകർക്കും. നമ്മുടെ പദ്ധതി തകർത്ത് തരും. നമ്മുടെ പദ്ധതി അങ്ങനെ ദൈവം തകർക്കുമ്പോൾ കുറച്ച് സഹനമൊക്കെ ഉണ്ടാകും. എന്നാൽ അധികം സഹനമൊന്നും കൂടാതെ തന്നെ നമ്മുടെ പദ്ധതി ഉപേക്ഷിക്കാനായിട്ട് ദൈവം വഴിയൊരുക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ ഒരു സംഭവമുണ്ട്. അതാണ് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കാണുന്നത്. സക്കേവൂസ് പാപ വഴിയിലൂടെ സമ്പത്തുണ്ടാക്കി. അങ്ങനെ അത് കള്ളച്ചൊങ്കും പിരിച്ചുണ്ടാക്കിയ പണമാണ്. അതിൻ്റെ ആ വലിയ പെരുമയിൽ, അതിൻ്റെ വലിപ്പത്തിൽ അവൻ ആശ്രയിച്ച് കഴിഞ്ഞെങ്കിലും ഉള്ളിലൊരു ശാന്തിയില്ല, സ്വസ്ഥതയില്ല. അങ്ങനെ അവൻ പാപകരമായി ഉണ്ടാക്കിയ സമ്പത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നവൻ അവനിപ്പോൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു വന്നപ്പോൾ ജനക്കൂട്ട നിമിത്തം പൊക്കം കുറവായി ഇവന് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അവൻ്റെ കുറവ് അവൻ പരിഹരിക്കാനെടുത്ത മാർഗം, പൊക്കക്കുറവിനെ പരിഹരിക്കാൻ പൊക്കമുള്ള മരത്തിന് മുകളിൽ കയറി. നമ്മുടെ ആദ്യ മാതാപിതാക്കൾക്ക് കൃപ നഷ്ടപ്പെട്ട് ഉൽപ്പത്തി 3:7 പ്രകാരം നഗ്നത ഉണ്ടായപ്പോൾ അവർ അത്തിയില കൊണ്ട് നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ പാപത്തിന്റെ കൃത്രിമ ഔന്നത്യത്തിൽ കയറിയിരുന്ന സക്കേവൂസ് യേശുവിനെ കാണാനുള്ള തൻ്റെ ആഗ്രഹത്തിന്റെ സഫലീകരണത്തിനായി അവൻ പൊക്കമുള്ള മരത്തിന് മുകളിൽ കയറിയിരുന്നപ്പോ ഈശോ മരത്തിന്റെ ചുവട്ടിൽ വന്ന് അവരെ നോക്കിയിട്ട് പറയുന്നു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. കം ഡൗൺ സക്കേവൂസ്, ഹറി ഡൗൺ സക്കേവൂസ്, കം ഡൗൺ ക്വിക്ക്ലി. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയോ? സക്കേവൂസെ, നീ മുകളിൽ കയറിയിരുന്ന് താഴേക്ക് ദൈവത്തെ നോക്കാതെ താഴെ ഇറങ്ങി വന്നിട്ട് മുകളിലേക്ക് ദൈവത്തെ നോക്കടാ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയാ. നീ മുകളിൽ കയറിയിരുന്ന്, അതായത് ദൈവത്തിന് ഉപരി കയറുക, മുകളിൽ കയറിയിരുന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അപ്പുറത്തേക്ക് പോവുക. നിന്റെ പദ്ധതിയോ നിന്റെ പിന്നിലുള്ള പിശാചന്റെ പദ്ധതിയോ ആയിരിക്കും അത്. അവിടെ കയറിയിരുന്ന് നീ താഴേക്ക് നോക്കിയിരുന്നാൽ ഒരിക്കലും നിനക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നീ താഴെ ഇറങ്ങി വന്നിട്ട് മുകളിലേക്ക് നോക്കണം. കം ഡൗൺ, അത് ഹറി ഡൗൺ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ. കം ഡൗൺ ക്വിക്ക്ലി എന്നതിൻ്റെ അർത്ഥം. പെട്ടെന്ന് വരണം, താമസിപ്പിക്കരുത്.
1 മിനിറ്റ് താമസിച്ചാൽ അത്രയും കൃപ നഷ്ടവും നാശവും ഉണ്ടാവും. പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ടുള്ള ഈശോയുടെ നടപടിക്രമം ഒന്ന് ധ്യാനിക്കുക. താഴേക്ക് ഇറങ്ങി വന്ന സക്കേവൂസ് ഈശോയുടെ വചനം കേട്ട ഉടനെ താഴെ ഇറങ്ങി വന്നു. എനിക്ക് നിന്റെ വീട്ടിൽ വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ അടുത്ത പദ്ധതി. ഒന്നാമത്തത്, ഇവനെ താഴെ ഇറക്കണം. ഈ താഴെ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങാത്തവരെയാണ് തട്ടി താഴെ ഇടുന്നത്. സക്കേവൂസിനോട് താഴെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയത് കൊണ്ട് അപകടം ഒഴിവായി. സാവൂള് താഴെ ഇറങ്ങാത്തത് കൊണ്ട് തട്ടി താഴെ ഇട്ടു. ചില സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയാണ്, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും. ഇവിടെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് വാതിൽ മുട്ടി. ഞാൻ വാതിൽ തുറന്നു. ഗ്ലാസ് ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു, മറ്റേ വുഡിൻ്റെ ഡോർ തുറന്ന് കിടക്കുക. അപ്പോൾ ഒരാൾ മുട്ടിയത് ഞാൻ കണ്ടു, ഒരു പുരുഷനാണ് മുട്ടിയത്. ഞാൻ പെട്ടെന്ന് ഓഫീസ് വാതിൽ തുറന്നപ്പം അയാൾ പുറകോട്ട് മാറി, എന്നിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ പോയി പുറംതിരിഞ്ഞു നിന്നു. ഭാര്യ പതുക്കെ എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് ഓർത്തു, ഇത് രണ്ട് ഫാമിലി ആയിരിക്കും, ഇവർക്ക് വേണ്ടി ഇയാൾ മുട്ടിയതായിരിക്കും, റിസപ്ഷൻ എന്ന് പറഞ്ഞ് വിട്ടതായിരിക്കും ഞാൻ കരുതി. എന്നിട്ടൊരു സംഭവം ഉണ്ടായി. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത്, ഇയാൾ എന്തിനാ പുറംതിരിഞ്ഞിരിക്കുന്നത്? ഒരാൾ എന്നെ കാണണമെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വന്ന് എൻ്റെ നേരെ തിരിയണ്ടേ? അപ്പം ഞാൻ ചോദിച്ചു, ഏത് ചേട്ടന്? കൈ ചൂണ്ടി കാണിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഞാൻ ഓർത്തു, അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എന്നെ കാണാനാണോ? അതെ. അയാൾ പതുക്കെ മടിച്ചു വന്നു. ഞാൻ പറഞ്ഞു, അകത്തേക്ക് വാ. അയാൾ അകത്തേക്ക് വന്നിട്ട് കസേരയിൽ തലകുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ എന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഭാര്യ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 10-16 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാര്യ ഈ മനുഷ്യനെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു. അയാൾക്ക് വിദേശത്ത് നല്ല വരുമാനമുള്ള ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിസിനസ്സും കൂടെ തുടങ്ങി. ബിസിനസ്സും ജോലി എല്ലാം കൂടി വരുമാനമാക്കിയിട്ട് അയാൾ ഇവിടെ വന്ന് ഒരു ഹോട്ടൽ വിലയ്ക്ക് വാങ്ങി. അതിന് ബാർ ലൈസൻസ് വാങ്ങാൻ പോവുക. വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ആരംഭിച്ചു. എല്ലാം റെഡിയായി. അപ്പോൾ ഭാര്യ ഇയാളെ കൂട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, അച്ഛൻ എങ്ങനെയെങ്കിലും ഇതിന്ന് ഇയാളെ രക്ഷിക്കണം. മദ്യ കച്ചവടത്തിന് പോയി ശാപമേൽക്കാൻ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുക. എങ്ങനെയെങ്കിലും അച്ഛൻ രക്ഷിച്ച് ഇയാളെ നേർവഴിക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരാഴ്ച ഒരു ധ്യാനം കൂടാവോ? കാരണം ഈ മദ്യ കച്ചവടം നടത്തി പണം ഉണ്ടാക്കി പഠിച്ചു പോയവരോട് അരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടുകയല്ല. പാപവഴിയിലൂടെ പണമുണ്ടാക്കി പോയവർ പണത്തിൻ്റെ സുഖമല്ലാതെ അതിൻ്റെ നാശം ഒരിക്കലും കാണില്ല. ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന പണം അത് എന്നെ തിരിഞ്ഞു കൊത്തുന്ന സർപ്പമായി മാറുമെന്ന് അറിയുന്നില്ല. മദ്യം വിറ്റ് പണമുണ്ടാക്കുക, മയക്കുമരുന്ന് വിറ്റ് പണമുണ്ടാക്കുക, കള്ളക്കടത്ത് നടത്തി പണമുണ്ടാക്കുക, പെൺവാണിപ്പം നടത്തി പണമുണ്ടാക്കുക, അശ്ലീല CD ഉണ്ടാക്കി പണമുണ്ടാക്കുക, അതുപോലെ ചീട്ട് കളിച്ച് പണമുണ്ടാക്കുക, മോഷ്ടിച്ച് പണമുണ്ടാക്കുക, കള്ളനോട്ടടിച്ച് പണമുണ്ടാക്കുക. അങ്ങനെ പാപവഴിയിലൂടെ പണമുണ്ടാക്കി പഠിച്ചവര് മീൻ തിന്ന പൂച്ച മീനില്ലാതെ ജീവിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് അവർക്ക് ഈ പണം വേണം. അതിനോടൊരു ആർത്തി കയറും. ലസ് ഫോർ മണി എന്ന് പറയുന്ന ഇതുണ്ട്, ധനാസക്തി, ആവറേജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ലസ് ഫോർ മണി, ധനാസക്തി കയറിക്കഴിഞ്ഞാൽ അവരുടെ ചിന്തയും അവരുടെ ഓർമ്മയും ഭാവനയും വികാരങ്ങളിൽ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇതിനടിമയാണ് ഇയാൾ. പണം ഉണ്ടാക്കി. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞ, അച്ഛാ 2 മക്കളാണ് ഉള്ളത്, അവർക്ക് ഒരു 100 വർഷത്തേക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഇപ്പം ഞങ്ങളുടെ കൈവശമുണ്ട്. വാങ്ങിയിട്ട ഭൂമിയും വാങ്ങിയിട്ട ഫ്ലാറ്റുകളും അതുപോലെ തന്നെ വീടുകളും എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ഈ മക്കൾക്ക് 100 വർഷം ജീവിക്കാനുള്ള സ്വത്തുണ്ട്. ഞങ്ങൾക്ക് കയറി വന്ന ഒരു 50 വർഷം കൊണ്ട് ജീവിക്കുക, അത്രയൊന്നും ഇല്ല. എങ്കിലും ഇയാൾക്ക് പോരാ, ഇത് പോരാ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു. അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ധ്യാനം കൂടുമോ? അയാൾ ധ്യാനം കൂടുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താണ്? ധ്യാനം കൂടിയാൽ എൻ്റെ ബാർ പരിപാടി അച്ഛൻ പൊളിക്കും, എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ധ്യാന ഗുരുക്കന്മാർക്ക് മെസ്മറൈസിങ് പവറുണ്ട്. നിങ്ങൾ ഞങ്ങളെ പിന്നെ ഒരു പ്രത്യേക ലോകത്തേക്ക് കൊണ്ടുപോകും, പിന്നെ ഞങ്ങൾ ബ്ലൈൻഡായി പോകും. അപ്പം ഇയാൾ ഇവിടെ അധ്യാപകനായിരുന്നയാളാണ്, വിദേശത്തൊരു ജോലി കിട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നല്ല വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് മാത്രം ഒത്തിരി വായനയും പഠനമുള്ള ആളാണ്. പണം അങ്ങ് വന്നു കയറിയപ്പം വായനയും പഠനമൊക്കെ പോയി, പിന്നെ ദുർജ്ഞാനം മാത്രം കയ്യിൽ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട്
ഞാനൊന്ന് പറയുന്നത് കേൾക്കാതെ ഇയാൾ ബാർ ഹോട്ടലിലും പോയി തുടങ്ങി. ഒന്നിന് പകരം 2, 3, 4 ബാർ ഹോട്ടൽ കേരളത്തിലേക്കുണ്ടായി. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നം, ഈ ബാർ ഹോട്ടലൊക്കെ ഇവിടെ അടച്ച് എല്ലാം കൂടെ ദുരിതത്തിലായി. അപ്പം ഇതിനെ ബാറ് അല്പം കൂടെ സ്റ്റാർ കൂട്ടാനുള്ള പണം മുടക്കണമെന്ന് പറഞ്ഞാൽ അതിനും മുടക്കി. ഇതെല്ലാം നേടി വന്നപ്പോഴേക്ക് ഇതെല്ലാം ഗവൺമെൻറ് ഇതിൻ്റെ ലൈസൻസ് എല്ലാം ഗവൺമെൻറ് ഇവിടെ ബാർ നിരോധനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, മദ്യനിരോധനം വന്നു കഴിഞ്ഞപ്പോഴേക്ക് കേരളത്തിൽ ആ ദുരിതത്തിൻ്റെ കാലത്ത് അതിനേക്കാളും വലിയ ദുരിതം ഇയാളുടെ തലയിൽ വന്ന് വീണിരിക്കുന്നു. 2 മക്കളും വഴിപിഴച്ചു, 2 പേരും മദ്യത്തിന് അടിമകൾ. കൊച്ചുപിള്ളേര് എന്ന് പറഞ്ഞാൽ പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞു, അവർക്ക് കല്യാണവും വേണ്ട. അപ്പം അയാൾ എന്നോട് പറയുന്നു, എൻ്റെ മക്കള് 2 പേരും മദ്യത്തിന് അടിമകളാണ്. ഒരുവന് ലിവർ സിറോസിസ് ആയിട്ട് ആശുപത്രിയിലാണ്. അവൻ്റെ ആശുപത്രിയുടെ അവൻ കിടക്കുന്ന മുറിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പം ഒരാള് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറയുന്നു, ചേട്ടൻ ഈ ബാർ ഹോട്ടലിൻ്റെ ഉടമസ്ഥനല്ലേ? അതെ. ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുക? അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞു, എനിക്കറിയാം, ചേട്ടൻ്റെ മകൻ എൻ്റെ അടുത്ത് കിടപ്പില്ലേ, രോഗിയായിട്ട് മദ്യം കഴിച്ച് ലിവർ കരിഞ്ഞു പോയ മകൻ കിടപ്പില്ലേ, ശാപമാ ചേട്ടാ. അപ്പോൾ ഉടനെ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കൂട്ടുകൂടി നടന്ന് നിങ്ങളുടെ ബിസിനസ് പങ്കാളിയാക്കി മദ്യത്തിൻ്റെ അടിമയായി തീർന്ന എൻ്റെ മകൻ ലിവർ സിറോസിസ് പോലെ മരിച്ചു. അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ നോക്കിയിട്ട് എനിക്ക് എത്തപ്പെടാൻ പറ്റിയില്ല, നിങ്ങൾ അത്ര ഉയർത്തിലായിരുന്നു. ഇപ്പം മനസ്സിലായോ? മറ്റുള്ളവനെ ഇങ്ങനെ നശിപ്പിക്കുന്ന ഈ മദ്യം ഊറ്റിക്കൊടുക്കുന്നവനും വിളമ്പിക്കൊടുക്കുന്നവനും പാപത്തിൻ്റെ ദുരന്തഫലം കിട്ടുമെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇപ്പം സ്വന്തം മകൻ്റെ നെഞ്ചത്ത് ഒരു കത്തി കയറിയപ്പോഴാണ് ഈ അപ്പൻ അറിയുന്നത്, സ്വന്തം മകൻ്റെ ലിവർ സിറോസിസ് വന്നപ്പോഴാണ് അറിയുന്നത് തൻ്റെ ബിസിനസ്സിൻ്റെ പാപം എന്താന്ന്. ഒന്നാമത്തെ കാര്യം ഇരിക്കുന്നത് ബാർ ഹോട്ടലെല്ലാം പൂട്ടി, 2 മക്കൾ മദ്യത്തിന് അടിമകൾ, 3 ഒരുവൻ ലിവർ സിറോസിസ് പിടിച്ചു. അതിരിക്കുകയാണ്. ഞാൻ ആ അപ്പനോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിന്റെ മകനെ സുഖപ്പെടുത്താൻ പോലും ഈശോയ്ക്ക് പറ്റും. നിന്റെ 2 മക്കളും മാനസാന്തരപ്പെട്ട് വരും. പക്ഷെ ആദ്യം നീ നിന്റെ ഈ പാപമാർഗം ഉപേക്ഷിക്കണം. സ്വന്തം പദ്ധതി വെടിയാതിരുന്ന പാപത്തിന്റെ ദുരന്തഫലമാണിത്. പ്രിയപ്പെട്ടവരെ, അയാള് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ധ്യാനം 2 ആഴ്ച ഇവിടെ ഇരുന്ന് കൂടി. മകനിപ്പോൾ മരിച്ചിട്ടൊന്നുമില്ല, ലിവർ സിറോസിസ് മോചനം പ്രാപിച്ചു. അവനിപ്പോൾ മദ്യത്തിന്റെ താല്പര്യം ഉണ്ടെങ്കിലും മദ്യപിക്കുന്നില്ല. മറ്റേ മകനെ ഡീഅഡിക്ഷൻസിനെ കൊണ്ട് ചികിത്സിച്ചു, അവനും ബെറ്ററായി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇനി അതിന് പരിഹാരമായി മദ്യത്തിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങണം. ബാർ ഹോട്ടലെല്ലാം ഉപേക്ഷിക്കണം. അയാൾ അതിൻ്റെ മുഴുവനും അവകാശങ്ങളൊക്കെ ഉപേക്ഷിക്കാനൊക്കെ തയ്യാറായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം എങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് എത്ര നിങ്ങളോട് പറയാനുള്ളൂ, സ്വന്തം പദ്ധതി ഉപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മിൽ നടപ്പിലാക്കാൻ ദൈവത്തിന് പറ്റില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കുക. അതിൻ്റെ ബാക്കിയായിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമം പേരുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കണം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം, ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം, അപ്പോൾ സ്വർഗത്തിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അവരുടെ പാപം ക്ഷമിക്കും, ഞാൻ അവരുടെ ദേശം സമ്പുഷ്ടമാക്കും എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹവും തരും. നമുക്ക് ഈ അനുഗ്രഹത്തിനായി 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കൃപയില്ലാത്തതും ലൗകികവും ജഡികവും മാനുഷികവുമായ പദ്ധതികൾ അങ്ങേക്ക് സ്വീകാര്യമല്ല. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദൈവിക പദ്ധതികളാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ എല്ലാ പാപ പദ്ധതികളും ഉപേക്ഷിക്കുവാനും അങ്ങയുടെ ദൈവിക പദ്ധതി സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗം തുറന്നു വരുന്നു, സ്വർലോകനാഥനാമീശൻ
പാടുന്നു മാലാകവൃന്ദം, വാഴ്ത്തുന്നു മണ്ണിലെ മക്കൾ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ സ്തുതി ആരാധന. സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തുതി ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തുതി ആരാധന. ഈശോയ്ക്ക് എല്ലാം വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളുടെ രോഗങ്ങൾ വിട്ടുതരുന്നു, ഹല്ലേലൂയ ഞങ്ങളുടെ വേദനകൾ വിട്ടുതരുന്നു. അഭിഷേകം ഒഴുകട്ടെ എന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ യേശുവേ ആരാധന. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബലങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ എല്ലാവരുടെയും രോഗങ്ങളുടെ ദുരിതങ്ങളും പൈശാചിക പെടകൾ വിട്ടുപോകട്ടെ. അനുഗ്രഹം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ഒഴുകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. ഹല്ലേലൂയ സ്തുതി ആരാധന. ഹല്ലേലൂയ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഹല്ലേലൂയ സ്തുതി ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 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 ഹല്ലേലൂയ സ്തുതി ആരാധന. ഹല്ലേലൂയ സ്തുതി ആരാധന. ഹല്ലേലൂയ സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.